ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ ഒറ്റപ്പെട്ട് ചിന്തിച്ചു പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. വാട്ട് ഇസ് നെക്സ്റ്റ്? അത് ചിന്തിക്കേ. എന്ത് ചിന്തിക്കാൻ? എല്ലാം അവസാനിപ്പിച്ച് അടുക്കി പറക്കി ഞാൻ മലേഷ്യയിലേക്ക് പോകും. എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ അധികാരം കാണിക്കാൻ നോക്കിയ നിന്റെ കളക്ടറേറ്റിലേക്ക് ഞാനങ്ങ് വരും. എന്നിട്ട് നിന്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കും. എന്നിട്ട് ഞാനങ്ങ് ഭരിക്കും. അതിന്റെ നാണക്കേടെ നിനക്കായിരിക്കും. മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് അധികാരം കാണിക്കുന്ന നിന്റെ ഈ തറവേലയും കൊണ്ട് ഇനി എന്റെ വീട്ടിലേക്ക് വരരുത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ദേ, നിങ്ങളോട് കൂടിയാ ഞാൻ ഈ പറയുന്നത്. ആരെങ്കിലും വന്ന് വിളിച്ച ചാടി തൊളിയങ്ങ് പോരാ. സംരക്ഷണം തരുന്നവരും വെള്ളം തരുന്നവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ വില കുറഞ്ഞ നാടകം ആടരുത്. അങ്ങനെ ആടിയ ഞാൻ ആരാണെന്ന് എന്താണെന്ന് നീ അറിയും. പോയിക്കോ രണ്ടുപേരും എന്റെ മുമ്പിൽ നിന്ന്. അച്ഛാ പറയട്ടെ, മതിയാവോളം പറയട്ടെ. സത്യാമ്മേ, എന്നെങ്കിലും സത്യാമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നൊരു ദിവസം വരും. അതുവരെയുള്ള പരീക്ഷണങ്ങൾ അത് ഞാൻ നേരിട്ടോളാം. എന്റെ വിധിയാണെന്ന് കരുതി ഞാനങ്ങ് സമാധാനിച്ചോളാം. മരുമകളെന്നും ബന്ധുക്കളെന്നും പറഞ്ഞ് പലരും കയറി വന്നിരിക്കും. ഈ പടി ഇറങ്ങി പോരുത്. നിങ്ങൾ രണ്ടിനെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്? കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. സാറേ, സത്യാമ്മ പറയട്ടോ, പറഞ്ഞു തീർക്കട്ടോ. പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. എന്റെ ചേട്ടന് തിരിച്ച് വീടും പറമ്പ് എഴുതി കൊടുക്കാനാണോ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത്? ഈ കാണുന്ന പണം മുഴുവൻ മുടക്കിയത്. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കുണ്ടായ കടങ്ങൾ ആര് നികത്തിത്തരും? പറ, ഞാൻ ഇനി എന്ത് ചെയ്യണം? ചില കാര്യങ്ങളിൽ നമുക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. വീഴ്ചയിൽ നിന്നാണല്ലോ നടക്കാൻ പഠിക്കേണ്ടത്. ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളിൽ ഈ വീഴ്ച ഒരു പാഠമാവണം. ഇങ്ങനെ പോയാൽ എനിക്കുണ്ടാകുന്നത് വീഴ്ചയല്ല, വീഴ്ത്തല. എന്നേക്കുമായി എന്നെ തളർത്തി കിടത്തിക്കൊണ്ടുള്ള വീഴ്ത്തൽ. അതാ എനിക്കിനി സംഭവിക്കാൻ പോകുന്നത്. അവൻ ഇങ്ങനെ മറിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവൻ ഇവിടെ കാണിച്ചതെല്ലാം അഭിനയമായിരുന്നു, നമ്മളെ പൊട്ടന്മാരാക്കുന്ന അഭിനയം. അതുകൊണ്ട് എന്തുണ്ടായി? 5 പൈസ മുടക്കാതെ രാഘവന്റെ സ്വത്ത് സ്വന്തമായില്ലേ? നിങ്ങൾക്കൊക്കെ എന്ത് നഷ്ടം വന്നു? പറ്റിക്കപ്പെട്ടത് ഞാനല്ലേ, ഞാൻ മാത്രം. അങ്ങനെ ഒറ്റപ്പെട്ട് ചിന്തിച്ചു പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. വാട്ട് ഇസ് നെക്സ്റ്റ്? അത് ചിന്തിക്കേ. എന്ത് ചിന്തിക്കാൻ? എല്ലാം അവസാനിപ്പിച്ച് അടുക്കി പറക്കി ഞാൻ മലേഷ്യയിലേക്ക് പോകും. സ്വപ്നങ്ങളുടെ കോട്ടയുടെ വാതിൽ വലിച്ചടച്ച് താക്കോലും മടിത്തെറുപ്പിൽ തിരികെ വെച്ച് കാത്തിരിക്കാം. അല്ലാതെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. എടോ, അങ്ങനെ കാത്തിരിക്കാനാണോ മലേഷ്യയിൽ നിന്ന് കുറ്റിയും പറഞ്ഞ് നിങ്ങൾ ഈ കൊച്ചു കേരളത്തിലോട്ട് വന്നത്? ആ കാലത്ത് മാറ്റണം. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ
എത്രയും പെട്ടെന്ന് ബൈ പറഞ്ഞ് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കരുതി വെച്ചിരിക്കുന്ന വണ്ടിക്കൂലി കൂടി വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോവും. താനൊട്ടും ദൈവവിശ്വാസിയല്ലല്ലേ? ആ, അതിന്റെ ഒരു കുറവുണ്ട് നിങ്ങൾക്ക്. ഭാഗ്യം, ഞാനേ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. മോളെ 2-3 ഗ്ലാസും കിടന്ന്. കാരണം ഇതുപോലെ സങ്കടപ്പെട്ടിരുന്ന പല സന്ദർഭങ്ങളിലും ഒരു കൈത്താങ് പോലെ ഇതുപോലെ ഭാഗ്യം എന്നെ തേടി വന്നിട്ടുണ്ട്. ഇപ്പോഴും അക്കാര്യത്തിൽ എന്നെ ഈശ്വരന്മാരെ നിരാശപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഒരെണ്ണം ഒഴിക്കട്ടോ? എനിക്ക് വേണ്ട. ജീവിതം കഴിവരത്തി കിടന്ന് ആടുമ്പോ ലൂഡോ കളിച്ച് മാനസികോല്ലാസം തിരിച്ചു കൊണ്ടുവരാൻ എന്നെ പോലൊരാൾക്ക് സാധിക്കില്ല. രോഹിത്തിന്റെ ചതി കൃത്യമായിട്ട് ചങ്കിൽ തന്നെ തറച്ചിരിക്കുക. ഒരു തറക്കലും ഇല്ല മോളെ. രജിസ്ട്രേഷനെ നടന്നിട്ടില്ല. നടന്നില്ലെന്നോ? എടോ, രാഘവൻ നായർക്ക് തന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തം അച്ഛന്റെ പേര് പോലും മറന്നുപോയ ഒരാൾക്ക് രജിസ്ട്രാറുടെ മുമ്പിൽ ബബ്ബ അടിക്കേണ്ടി വന്നു. ആ, അതിന് എഴുതി വാങ്ങിക്കുന്ന ആളുടെ ഐഡന്റിറ്റി ഒക്കെ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമുണ്ടോ? എഴുതി വാങ്ങിക്കുന്ന ആൾ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കാനായിട്ട് നേരിട്ട് എത്തണമെന്ന് നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും മിക്കവരും വരും. പക്ഷേ അങ്ങനെ വന്നുപോയതാണ് ഈ രാഘവൻ നായർക്ക് വിനയായത്. നമുക്കത് ഗുണമായി. പിന്നെ ഈ രജിസ്ട്രാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും രാഘവൻ നായർ കൊടുത്തിട്ടില്ല. അപ്പൊ പണി പാളി. എങ്കിൽ ആ ഒരു സന്തോഷത്തിന് നമുക്ക് ഓരോന്ന് കഴിക്കാം. ഇത് നടന്നില്ലെങ്കിലും സംഗതി ഇപ്പോഴും അവന്റെ കയ്യിലല്ലേ? അവൻ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും എഴുതി കൊടുത്തത് അവന്റെ ഭാര്യയുടെ പേരിലല്ലേ? അതുകൊണ്ട് വന്ന് രജിസ്റ്റർ ചെയ്താൽ എല്ലാം തീർന്നില്ലേ? ആ പിള്ളേര് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എടോ, താനിത് അങ്ങോട്ട് പിടിച്ചേ. പിടിക്കണോ? എടോ, സ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി മാത്രമാ ഈ കാണുന്ന കളികളൊക്കെ ഇങ്ങനെ കിടന്ന് ഞാൻ കളിക്കുന്നത്. നിങ്ങൾ പണം മുടക്കിയതല്ലേ? ആ മുതല് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഇല്ലെങ്കിൽ ചേർത്ത് തരിഞ്ഞു. വിശ്വസിക്കടോ. താനടിക്ക്. പിടിക്ക. ഇവിടെ രോഹിത്തിന്റെ ചങ്കിടിച്ച് കലക്കിയിട്ടായാലും ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തന്നിരിക്കും. ഉറപ്പാടോ? താ കഴിക്ക്. അപ്പൊ ചിയേഴ്സ്. ചിയേഴ്സ്.